6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ ചെയ്യുന്നതിലൂടെ ഇതിന് ഉത്തരങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാകും. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഏൻഷ്യൻറ്റ് ഗ്രീസ് ഫ്രം ദ ഓപ്ഷൻസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏൻഷ്യൻറ്റ് ഗ്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എ ഓപ്ഷൻ ഇതാണ്, ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ. ശരിയല്ലേ? ശരിയാണ്. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്, ആരംഭം കുറിച്ചത് എവിടെയാണ്? ഏൻഷ്യൻറ്റ് ഗ്രീസിലാണ്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സത്രാപ്പികളാക്കി തിരിച്ചിട്ടില്ല. ഏൻഷ്യൻറ്റ് ഗ്രീസിലല്ല അത് വരുന്നത്. സൊറോസ്റ്റിയൻ ഫിലോസഫി വാസ് ഒറിജിനേറ്റഡ്, അതും ഇതിലെ ഒരു ഫീച്ചറല്ല. ഡി ഇതാണ്, ഇറ്റ് വാസ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ, അതും അല്ല. അപ്പം ഇതിന് ഉത്തരം വരുന്നത് ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ എന്ന് പറയുന്ന എ ഓപ്ഷനാണ്. ഇനി ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഏർലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ. പണ്ട് കാലം മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മില്യൺ ഇയേഴ്സ് ഒക്കെ, വർഷങ്ങൾക്ക് മുൻപാണ് അവരുണ്ടായിരുന്നത്. The various stages of human evolution and their characteristics are given in the jumbled order. Write them in a correct order. മനുഷ്യന്മാരുടെ പരിണാമം അല്ലെങ്കിൽ ആ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളല്ലേ, അത് നമുക്കറിയാം. ഒരുപാട് സ്റ്റേജുകൾ, ഒരുപാട് ഘട്ടങ്ങളായിട്ടാണ് നടന്നിട്ടുള്ളത്. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. അപ്പോൾ അതിവിടെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോമിനിഡ്സ്, ഹോമിനിയോയിഡ്സ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. ടൂൾ മേക്കേഴ്സ്, അപ്രൈറ്റ് ഹ്യൂമൻസ്, വാക്ക്ഡ് ഓൺ 4 legs, വാക്ക്ഡ് ഓൺ 2 legs. ആദ്യത്തെ കോളത്തിൽ ഒന്ന് എടുക്കുക, എന്നിട്ട് അതിന് നേരെ ശരിയായത് ഏതാണോ അത് കണ്ടെത്തി എഴുതുക. ഹോമിനിഡ്സ് ആണ് വരുന്നത്. ഹോമിനിഡ്സ് നമുക്കറിയാം, വാക്ക്ഡ് ഓൺ 2 legs, 2 കാലുകളിൽ നടന്നവരാണ് ഹോമിനിഡ്സ്. ഇനി ഹോമിനിയോയിഡ്സ് വാക്ക്ഡ് 4 legs, 4 കാലിൽ നടന്നവരാണ് ഹോമിനിയോയിഡ്സ്. ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് ഹ്യൂമൻസ് എന്നാണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ എന്നല്ല അർത്ഥം വരുന്നത്. അപ്പോൾ അപ്രൈറ്റ് ഹ്യൂമൻസ് ഓർത്ത് വെക്കുക കേട്ടോ. ഹോമോ ഇറക്ടസ്, അപ്രൈറ്റ് ഹ്യൂമൻസ്. ഇനി ഹോമോ ഹാബിലസിന് നേരെ വരുന്നത് ടൂൾ മേക്കേഴ്സ് ആണ്. ഇത് ഓർത്ത് വെക്കട്ടോ. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതിലടുത്ത ചോദ്യമാണ്, ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് were the developments in human life when they moved from Mesolithic to Neolithic period? മീസോലിത്തിക് കാലഘട്ടത്തിൽ നിന്ന് നിയോലിത്തിക് കാലഘട്ടത്തിലേക്ക് മാറിയപ്പം മനുഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, പുരോഗമനങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് തന്നെ നോക്കാം. ഒന്നെന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, അവർ കൃഷി ആരംഭിച്ചു. രണ്ടാമത്തേത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ അവർ വളർത്തുവാനായിട്ട് തുടങ്ങി. സെറ്റിൽഡ് ലൈഫ്, സ്ഥിര താമസം ആരംഭിച്ചു. ഇംപ്രൂവ്ഡ് ടൂൾസ്, അവരുടെ ഉപകരണങ്ങൾ എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു, കുറച്ചും കൂടി മെച്ചപ്പെടുത്തി. അഞ്ചാമത് വരുന്നത് പോട്ടറി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണം. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ ലൈഫിൽ, മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 3-ലെ എ ചോദ്യം ഇതാണ്. ഇൻ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് വർ ഫോംഡ് സെൻറ്റേർഡ് അറൗണ്ട് റിവർ. ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ സംസ്കാരങ്ങൾ അഥവാ സിവിലൈസേഷൻസ് കൂടുതലും എന്തിനെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു രൂപപ്പെട്ടിരുന്നത്? നദികളെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു രൂപപ്പെട്ടിരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. എ ചോദ്യം ഇതാണ്. വിച്ച് എമംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്? ഓർത്ത് വെക്കാൻ, നോട്ട് കറക്റ്റ്. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ABCD. അതിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇസ് ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ് ആണല്ലോ, അല്ല ആണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി ബി ഇതാണ്. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടാമിയ ഇസ് നോൺ ആസ് സാക്രഡ് റൈറ്റിംഗ്. മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെ സാക്രഡ് റൈറ്റിംഗ് എന്നാണോ അറിയപ്പെടുന്നത്? എല്ലാ മെസപ്പൊട്ടാമിയൻ സംസ്കാരങ്ങളുടെ റൈറ്റിംഗ് സിസ്റ്റം നമ്മൾ ക്യൂനിഫോം എന്നാണ് പറയുന്നത്. സാക്രഡ് റൈറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ റൈറ്റിംഗ് സിസ്റ്റമായിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സാക്രഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബി ആണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് സിയും ഡിയും ഒന്ന് വായിച്ചു നോക്കാം. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സിവിലൈസേഷൻ വളർന്നു വന്നത്. ശരിയല്ലേ? ശരിയാണ്.
ഈജിപ്ഷ്യൻ കിങ്സ് were known as pharaohs. ഈജിപ്തിലെ രാജാക്കന്മാരെയാണ് നമ്മൾ ഫറോവകൾ എന്ന് പറയുന്നത്. ശരിയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഈസി ചോദ്യം ചോദിക്കുകയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം അഥവാ ഈജിപ്ഷ്യൻ സിവിലൈസേഷന് ഏത് നദീ തീരത്താണ് രൂപം കൊണ്ടത്? ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുക. കൂടാതെ 2 നദികൾക്കിടയിലുള്ള സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ദ ലാൻഡ് ബിറ്റ്വീൻ 2 rivers, അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലെ ബി ചോദ്യത്തിലേക്ക് പോവാം. എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗിവൺ സിവിലൈസേഷൻ ആൻഡ് അറേഞ്ച് ദം ഇൻ ദ ടേബിൾ കറക്റ്റ്ലി. അതായത് നമുക്ക് ഇവിടെ കുറച്ച് സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ 6 കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഏതൊക്കെയാണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് എഴുതണം. 1, ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടല്ലേ. ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്, 2 നദികൾക്കിടയിലുള്ള പ്രദേശം. അത് ഏതാണ്? മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനാണ്. കറക്റ്റ്. ഇനി അടുത്തത് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന സിവിലൈസേഷൻ ഏതാ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദ സിറ്റി ഓഫ് കൈറോ നഗരം എന്നറിയപ്പെടുന്നതോ? അതും ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. ദ സിറ്റി ഓഫ് ലഗാഷ് എന്നറിയപ്പെടുന്നത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനാണ്. ദ ലൂണാർ കലണ്ടർ എന്ന് പറയുന്നത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. പിരമിഡ് നമുക്കറിയാം, അത് ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇതുപോലെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളതായിരിക്കും അല്ലേ? എളുപ്പമാണോ അല്ലേ എന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയുക. ഇനി നമുക്ക് ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് 3A 3B ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ, എ ആണോ കൂടുതൽ നന്നായിട്ട് അറിയുന്നത്, ഏതാണോ എ ആണോ ബി ആണോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നത്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അത് എഴുതാം കേട്ടോ. ഒന്ന് എഴുതിയാൽ മതി. പക്ഷേ നമ്മളിതിൽ എല്ലാം ഡിസ്കസ് ചെയ്യും. പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കണം. നമുക്കറിയില്ലല്ലോ എക്സാമിന് ഏതാ വരികയെന്ന്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കാട്ട്. നമ്മളിതിൽ ബി ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബി ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ബ്രോൺസ് ഏജ് കാലഘട്ടം നമുക്കറിയാം ഒരുപാട് റൈറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു ഓരോ സിവിലൈസേഷനും. അപ്പം നമ്മളോട് ഈ തന്നിരിക്കുന്ന സ്ക്രിപ്റ്റൊക്കെ ഏത് സിവിലൈസേഷൻ്റെ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേരായിട്ട് തരും, ചിലപ്പോൾ പിക്ചേഴ്സ് ആയിരിക്കും തരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറുകളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ പിക്ചർ തന്നിട്ട് ഇത് ഏത് സിവിലൈസേഷൻ്റെ ആണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് ക്യൂനിഫോം സ്ക്രിപ്റ്റ് നമുക്കറിയാം മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റേതാണ്. അടുത്തത് തന്നിരിക്കുന്നത് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. അത് ആരുതാ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെതാണ്. നമുക്ക് 2025 സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പിക്ചറായിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സും നന്നായി പഠിക്കട്ടോ. ഇപ്പോൾ പിരമിഡിൻ്റെ പിക്ചർ, ഗ്രേറ്റ് ബാത്ത്, അങ്ങനെയുള്ള പിക്ചറുകളൊക്കെ നിങ്ങൾ നോക്കി പോവുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ നോട്ട് കമ്പയറിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് 2 സ്ക്രിപ്റ്റ്. ഈ 2 റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ക്യൂനിഫോമും ഹൈറോഗ്ലിഫിക്സും, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യൂനിഫോം സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് അറിയുന്നത്, നമുക്ക് എന്താ അറിയുക? ഡെവലപ്ഡ് ബൈ മെസപ്പൊട്ടാമിയൻസ്. ഇത് മെസപ്പൊട്ടാമിയക്കാർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. രണ്ടാമത്തെ നമുക്ക് എന്ത് എഴുതാം? വെഡ്ജ് ഷേപ്ഡ് ആണ്. അങ്ങനെ എഴുതിയാൽ മതി, 2 പോയിൻ്റ് എഴുതിയാൽ മതി. വെഡ്ജ് ഷേപ്ഡ് ആണെന്ന് എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി എഴുതുക. വെഡ്ജ് ഷേപ്ഡ് ക്യാരക്ടേഴ്സ് പ്രസ്ഡ് ഇൻടു എ സോഫ്റ്റ് ക്ലേ ടാബ്ലറ്റ്സ്. മൺപാത്ര പോലെയാണ്. യൂസിങ് ഷാർപ്പ് റീഡ്സ് ആൻഡ് ബേക്ക്ഡ് ഇൻ ഫയർ. ഇനി ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം? ഡെവലപ്ഡ് ബൈ ഈജിപ്ഷ്യൻസ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അതന്നെ ഒരു പോയിൻ്റായി. രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഹൈറോഗ്ലിഫിക്സിൻ്റെ മീനിങ് എന്താ? സാക്രഡ് റൈറ്റിംഗ്, അങ്ങനെ എഴുതാം. അപ്പോൾ 2 പോയിൻ്റ് ആയില്ലേ? കൂടാതെ നമുക്ക് എന്ത് എഴുതാം? കോമ്പിനേഷൻ ഓഫ് പിക്ചേഴ്സ്, സൈൻസ്, സിമ്പിൾസ് റിട്ടൺ ഓൺ പാപ്പിറസ് ഷീറ്റ്സ് ഓർ കാർവ്ഡ് ഓൺ മോണ്യുമെൻറ്റ് വാൾസ്. ആ ഒരു റൈറ്റിങ്സിൽ ഓരോ പ്രതീകങ്ങളും ചിഹ്നങ്ങളൊക്കെ ആയിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമുക്ക് എഴുതാം. ഇനി നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആർ നോൺ ആസ് ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്. നമുക്കറിയാം നമ്മുടെ എർത്തിൽ വരച്ചിരിക്കുന്നത്, സർഫസ് ഓഫ് എർത്തിൽ വരച്ചിരിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡ് എന്നും ലാറ്റിറ്റ്യൂഡ് എന്നും പറയാറുള്ളത് അല്ലേ? എ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇക്വേറ്റർ? ഇക്വേറ്ററിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? ദ ഗ്രേറ്റർ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. അത് ശരിയാണോ? ശരിയാണ്. നടുവിലായിട്ടല്ല ഇക്വേറ്റർ വരുന്നത്, അത് ഗ്രേറ്റർ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ബി ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് ആസ് 2 ഹെമിസ്ഫിയർ. ഇക്വേറ്റർ ആ നടുവിലൊരു വലിയ സർക്കിൾ പോലെ ഉള്ളതാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് നമുക്ക് എർത്തിനെ 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്.
സീറോ ഡിഗ്രി ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതും ശരിയാണ്. കണക്ട്സ് ദ പോളുകളെ കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, പോളുകളെ കണക്ട് ചെയ്യുന്നത് ലോങ്ങിറ്റ്യൂഡ്സ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞു പോളുകളെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ലോങ്ങിറ്റ്യൂഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളതിനെ മെറിഡിയൻസ് എന്ന് പറയും. ഇനി അടുത്തത്, ഡ്രോ എ മോഡൽ ഓഫ് ദ ഗ്ലോബ് ആൻഡ് മാർക്ക് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് കറക്റ്റ്ലി. ഗ്ലോബ് വരച്ചിട്ട് ലാറ്റിറ്റ്യൂഡ്സ് കറക്റ്റ്ലി മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? ഇക്വേറ്റർ, അത് 0 ഡിഗ്രിയിലാണ് വരുന്നത്. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അത് 23 1.5 നോർത്താണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്താണ്. പിന്നെ ആർട്ടിക് സർക്കിള്, അന്റാർട്ടിക് സർക്കിൾ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മളിത് ഇവിടെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ആർട്ടിക് സർക്കിൾ, പിന്നെ വരുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, പിന്നെ ഇക്വേറ്റർ, പിന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, പിന്നെയാണ് അന്റാർട്ടിക് സർക്കിൾ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾ നോക്കി പോവുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളോട് മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. 5ാമത്തെ ആക്ടിവിറ്റി ആട്ടോ. സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ രൂപപ്പെടുത്തുന്ന സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് ദം. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് അവിടെയുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും. ശരിയാണോ? ശരിയാണ്. ദ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ദ പീപ്പിൾ. ജനങ്ങളില്ലാണ്ട് ഒരു സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യും. ശരിയാണോ? അല്ല, തെറ്റാണ്. ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് എ പെർമനൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഇസ് എസെൻഷ്യൽ. അത് ശരിയാട്ടോ. ഒരു സ്റ്റേറ്റ് നിലനിൽക്കണമെങ്കിൽ അതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അതിർത്തി ഉണ്ടായിരിക്കണം. ഇനി ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈസ് ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷനാണോ? അല്ല. അപ്പം എയും സിയുമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഇനി ഇതിൽ ബി ചോദ്യമാണ്. ആഡ് നെസസറി ഡീറ്റെയിൽസ് ടു പ്രസൻറ്റ് ഇൻ ദ ഡിബേറ്റ് ഓൺ ദ സബ്ജക്റ്റ് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ എൻഷ്വറിങ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിലെ ആളുകളുടെ ജനക്ഷേമം അത് എൻഷ്വർ ചെയ്യുന്നതിനായിട്ട്, അത് നടപ്പാക്കുന്നതിനായിട്ടൊക്കെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്, അതിൽ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റിൽ നമ്മളൊരു ഡിബേറ്റ്, ഒരു സംവാദം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സംവാദം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആക്കി എഴുതാം. 1ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗവൺമെൻറ് എൻഷ്യൂർസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിലുള്ള ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അഥവാ നന്മകൾ, അവരുടെ ഒരു സുഖം എല്ലാം ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും? എൻഷ്യൂർ ചെയ്യും. 2ാമത്തേത് മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. നിയമകാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. 3rd വൺ പ്രൊവൈഡിങ് ബേസിക് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ റിക്വയർമെൻറ്റ്സ്, നമ്മളെ ആവശ്യങ്ങൾ, അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഇനി 4th വൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. ആൻഡ് 5th വൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, ക്വസ്റ്റ്യനെ നമുക്ക് പല രീതിയിൽ ചോദിക്കാം അല്ലേ. ഇപ്പോൾ നമുക്ക് ആഡ് നെസസറി ഡീറ്റെയിൽസ് ടു പ്രസൻറ്റ് ഓൺ ദി ഡിബേറ്റ് ഓൺ ദി സബ്ജക്റ്റ്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എന്തോ ഒരു കടുപ്പുള്ള ചോദ്യമാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ എൻഷ്വറിങ് ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് എന്താ പറയുക ഫീച്ചേഴ്സ്. അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ അടുത്ത ചോദ്യമാണ് ക്വസ്റ്റ്യൻ 6. ബുദ്ധിസം ആൻഡ് ജൈനിസം വർ ദ 2 ഫിലോസഫീസ് എമർജഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. പണ്ട് കാല ഇന്ത്യയിലുണ്ടായിരുന്ന 2 ഫിലോസഫികളാണ്, തത്വങ്ങളാണ് ബുദ്ധിസം, ജൈനിസം. അക്കോർഡിംഗ് ടു ജൈനിസം വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ത്രിരത്ന. ജൈനിസം പ്രകാരം ത്രിരത്നയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. എന്താണ്? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ ഇതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഇൻക്ലൂഡിങ് ദ 2 ഫീച്ചേഴ്സ് ഓഫ് ദ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസത്തിലും ജൈനിസത്തിലും പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളോട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജൈനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ സാധനങ്ങൾക്കും, എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ജീവനുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. കൂടാതെ 2ാമത് പറയുന്നത് സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ഓഫ് അഹിംസ, നോൺ വയലൻസ്. ഇനി 3rd വൺ എക്സ്ട്രീം പെനൻസ് ആൻഡ് സെൽഫ് മോർട്ടിഫിക്കേഷൻ. ഇനി ബുദ്ധിസത്തിൻ്റെ കേസ് എടുത്താൽ അതിൽ പറയുന്നത് എന്താ? ഡു നോട്ട് ഹാം അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഫോളോ ദ 8-fold പാത്ത് പിന്തുടരുക. ആൻഡ് 3rd വൺ പറയുന്നത് അദറൻസ് ടു ദ മിഡിൽ പാത്ത്. ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ.
ഇനി ഇതിൽ 6th B ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ അവസാന ചോദ്യവും. മഗധ എമേജ് ആസ് ദ പ്രൊമിനൻറ്റ് പവർ അമംഗ് ദ 16 മഹാജനപദാസ് വിച്ച് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രൊമിനൻറ്റ് പവർ, ഏറ്റവും വലിയ അധികാരത്തിലൊക്കെ ഉണ്ടായിരുന്നത് ആരാ? മഗധയാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് മഗധ? പ്രിപ്പയർ എ നോട്ട്. മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മളോട് അതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയാലോ. ഒന്നെന്ന് പറയുന്നത് ഫെർട്ടൈൽ റിവർ വാലീസ് ആണ്, നല്ല ഫലഭൂഷ്ടമുള്ള നദീതടങ്ങൾ. 2 റിച്ച് മിനറൽ ഡെപ്പോസിറ്റ്. 3rd വൺ സ്ട്രാറ്റജിക് നാച്ചുറൽ ഡിഫെൻസ്. 4th വൺ യൂസ് ഓഫ് എലിഫൻസ് ഇൻ വാർ. ആൻഡ് ലാസ്റ്റ് വൺ അംബീഷ്യസ് റൂളേഴ്സ്. അപ്പോൾ ഇത് ഓരോ ആയിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ B ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് മഗധ? മഗധയുമായിട്ട് ബന്ധപ്പെടാത്ത ഓപ്ഷൻ ഏതാണ്? ഒന്നിതാണ്: ദ ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മഗധ. മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ഘടകമാണ് ഫെർട്ടിലിറ്റി. ഇനി B എന്ന് പറയുന്നത് പാടലിപുത്ര സെർവ്ഡ് ആസ് ദ ഏർലിയർ ക്യാപിറ്റൽ ഓഫ് മഗധ. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. രാജഗൃഹയായിരുന്നു മഗധയുടെ ആദ്യത്തെ പണ്ട് കാലത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, തലസ്ഥാനം എന്ന് പറയുന്നത്. മഗധയുടെ പണ്ട് കാലത്തെ തലസ്ഥാനം രാജഗൃഹയായിരുന്നു. പാടലിപുത്രയാണ് പിന്നീടായത്. ആദ്യ രാജഗൃഹയാണ്. അപ്പോൾ B ഓപ്ഷൻ തെറ്റാണ്. ഇനി C, ചന്ദ്രഗുപ്ത മൗര്യ ഹു എക്സ്റ്റാബ്ലിഷ് ദ മൗര്യ എംപയർ ബൈ അനക്സിങ് നിയർ ബൈ റീജിയൻസ് ഓഫ് മഗധ. മഗധയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കീഴടക്കി ചന്ദ്രഗുപ്ത മൗര്യയാണ് മൗര്യ എംപയർ അവിടെ കൊണ്ടുവന്നത്. ശരിയാണ്. ഇനി അടുത്തത് ധനനന്ദ വാസ് എ റൂളർ ഓഫ് മഗധ. അതും ശരിയായ ഉത്തരമാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ B ആണ്. അതെന്തുകൊണ്ടാണ് തെറ്റായതെന്ന് കൂടി പഠിച്ചു വെക്കുക. ശരിയായ ഉത്തരം പഠിച്ചു വെക്കുക. രാജഗൃഹയായിരുന്നു ആദ്യം മഗധയുടെ ക്യാപിറ്റൽ, പിന്നീട് അത് പാടലിപുത്രിയായിട്ട് മാറി. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എല്ലാ പാഠത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാഠവും പഠിക്കുക. എല്ലാം ഇങ്ങനെ പഠിക്കുന്നതിന് പകരം പോയിൻ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായി ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാ പോയിൻറ്റ്സിലൂടെയും പോകണം. ഗവൺമെൻറ്റിനെ കുറിച്ചും മഗധയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. മഗധനെ കുറിച്ച് പഠിച്ചു വെക്കുക. പിന്നെ ഓരോ സിവിലൈസേഷൻസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹ്യൂമൻസിൻ്റെ ഏർലി സ്റ്റേജസ് അതൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു. ഇനിയും ഇതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാന പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തന്നെ വന്ന് കാണാം. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്